എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഓട്സ് വെച്ചിട്ടുള്ളൊരു ഓംലെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ളൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ കോൺ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ പാല് ചേർത്തതിന് പകരം വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മുടെ ഓട്സിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാ വശത്തേക്കും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാനിന് അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം. ഇനി നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ വേറെ പാനോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. 2 മിനിറ്റിന് ശേഷം നമ്മൾ വേറൊരു പാന് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ വേണം ഈ ഒരു പാൻ വെച്ച് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അടിയിൽ വേറൊരു പാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം അടിവശം ഒന്നും ഒട്ടും കരിയാതെ കിട്ടും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സ് ഓംലെറ്റൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വിടുവിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് വിട്ടു പോന്നോളൂ. ഇതിന് നമുക്ക് വേറൊരു പാനിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിയിൽ എണ്ണയൊക്കെ തേച്ചത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ മേൽവശം ഒന്നുകൂടി ഒന്ന് മൊരിയിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണേലും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഓട്സ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കണമെന്നില്ല. നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ നല്ല തിന്നായിട്ട് പരത്തി അങ്ങനെ വേണേലും ചുട്ടെടുക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം കുക്കാവാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റിൻ്റെ ഉൾവശമൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ ആ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.